السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹിവാർ പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നോക്കി. ഇനി നമുക്ക് അതിൽ അഞ്ചാമത്തത് കമ്മിലിൽ ഹിവാറ എന്നുള്ളതും അതുപോലെ തന്നെ ആറാമത്തതും ഏഴാമത്തതുമായ വർക്കുകളൊന്ന് നോക്കാം. അഞ്ചാമത്തെ വർക്ക് ഒരു സംഭാഷണം ഒന്ന് പൂർത്തീകരിക്കാനാണ്. ഓക്കെ, അഹമ്മദ് ചോദിക്കുകയാണ് ബിമ തെസ്തരിക്കു ഫിൽ അദബിയ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടി? ബിമ തെസ്തരിക്കു, എന്തുകൊണ്ടാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്, എന്ത് ഇനമായിട്ടാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്, ഏത് ഇനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടി? അല്ല, അദബിയ എന്നിവിടെ ഉണ്ട്, സാഹിത്യപരമായ എന്നർത്ഥം, അല്ലെങ്കിൽ ലിറ്റററി എന്നൊക്കെ അർത്ഥത്തിനേക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചേർക്കേണ്ടി? സാഹിത്യ പ്രോഗ്രാമിൽ എന്നല്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ എന്നൊക്കെ. അപ്പോൾ ഫിൽ ഹഫ്ലത്തിൽ അദബിയ, അപ്പോൾ സാഹിത്യ പ്രോഗ്രാമിൽ അഥവാ സാഹിത്യ സമാജത്തിൽ എന്ത് പരിപാടിയുമായിട്ടാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പോൾ മറുപടി ബി ഖുത്ബത്തിൻ, ഒരു പ്രസംഗമായിട്ടാണ്, ബിൽ ലുഅത്തിൽ അറബിയ എന്നോ, അല്ലെങ്കിൽ ബിൽ ലുഗത്തിൽ മലയാളമിയ എന്നോ, അല്ലെങ്കിൽ ബിൽ ലുഗത്തിൽ ഇൻജിലിസിയ എന്നോ എന്നിട്ടുള്ള ചേർത്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ അങ്ങനെ നീ എന്ത് പരിപാടിക്കാണ് പങ്കെടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രസംഗത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? അതിൻ്റെ വിഷയം എന്താണ്? വിഷയം എന്നുള്ളത് നമുക്കറിയാലോ, മൗലു എന്ന് പറയാം. അപ്പോൾ അഹമ്മദ് മഹുവ മൗലു ഉൽ ഹുത്തുബ, മൗലു കേട്ടോ, ഹുത്തുബയുടെ വിഷയം എന്താണെന്ന് അടുത്ത ചോദ്യം. അപ്പോൾ ഹാമിദ് ഒരു വിഷയം പറയുന്നു, ഏതെങ്കിലും ഒരു വിഷയം. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയാം, അൽ ഇസ്ലാമു ദീനുസലാം, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്നായിക്കോട്ടെ. അപ്പോൾ ഹാമിദിൻ്റെ മറുപടി എന്തായി? കാരണം മൗലൂഇ, എൻ്റെ വിഷയം അൽ ഇസ്ലാമു ദീനുസലാം, രക്ഷയുടെ മതമാണ് ഇസ്ലാം എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? എന്താണ് ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ ഇതാ ലിമ, എന്തുകൊണ്ടാണ് അൽ മൗലു ആ വിഷയത്തെ എന്നുണ്ട്. അപ്പോൾ ലിമഖ്തർത്ത ഹാദൽ മൗലു അലെ ഹാദിഹിൽ മൗലു, അല്ലെങ്കിൽ ലിമഖ്തർത്തൽ മൗലു, എന്തുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് അല്ലേ. ഇഖ്താറ എന്ന തിരഞ്ഞെടുക്കുക, ഇഖ്തർത്ത എന്ന് പറഞ്ഞാൽ നീ തിരഞ്ഞെടുത്തു. അപ്പോൾ ലിമഖ്തർത്തൽ മൗലു, ഈ വിഷയം എന്തുകൊണ്ടാണ് നീ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഹാമിദ് എന്തേക്കാരം പറയുക? ഇന്നഹു ജിദ്ദൻ ഫി വക്തിന എന്നുണ്ട്. ഇന്നഹു, തീർച്ചയായും ഈ വിഷയം എന്താ പറയുക, പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ മുഹിമ്മുൻ, നല്ല പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഫി വക്തിന, ഇപ്പോൾ ഈ സമയത്ത്, അൽ ഹാലിരി, അല്ലെങ്കിൽ അൽ ഹാദിസ്, ഈ ആധുനിക കാലത്ത്, അൽ ഹാലിർ അല്ലെങ്കിൽ അൽ ഹാദിസ് എന്നോ ആഹിൻ എന്നോ, അതെല്ലാം ഹാദിസ് ഹാലിർ അതൊക്കെ ഉപയോഗിക്കാം. ഈ ഫി വക്തിനൽ ജദീദ് എന്ന് പറ്റും, ഈ പുതിയ കാലത്ത്, ഈ പുതിയ സമയത്ത് ഈ വിഷയം നല്ല പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? അത് എങ്ങനെയാണ്, എന്ത് പ്രാധാന്യമുള്ളത് ആയിരിക്കില്ലേ, അതാണ്. അപ്പോൾ അഹമ്മദ് കൈഫ, അതെങ്ങനെ ഒരു വിഷയം പ്രാധാന്യമുണ്ടാവുക? അപ്പോൾ ഹാമിദിൻ്റെ മറുപടി എന്തായിരിക്കും? ലി അന്ന, കാരണം ഈ വിഷയം, അല്ലെങ്കിൽ ഈ എന്താ അവിടെ നല്ലത് ചേർത്ത് കൊടുക്കുക. ലി അന്നൽ, ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം ദീനുസ്സലാം എന്നല്ല പറഞ്ഞത്, ലി അന്നൽ ആലമ യസ്അമൂന അന്നൽ ഇസ്ലാമ ദീനുൽ ഇർഹാബിയ എന്ന് പോലെ. അഥവാ ഇസ്ലാം മതം ഭീകരവാദത്തിൻ്റെ മതമാണെന്ന് ഇന്ന് ലോകത്ത് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ ഒരുപാട് ആളുകൾ അവർ പറയുന്നുണ്ടെന്ന് ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതമാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിനേക്ക് പ്രസക്തി ഏറുന്നത്. അഥവാ അങ്ങനെയല്ല എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിനേക്ക് പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അപ്പോൾ ഇതുപോലെ എന്താ നിങ്ങളിവിടെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, എന്താ മൗലുവോ ഏതെങ്കിലും ഒരു വിഷയം മാറ്റുക. അതുപോലെ തന്നെ ബിൽ ഖുത്ബ ബില്ലുഅത്തിൽ അറബിയ എന്നോ, ഇൻജിലിസിയ എന്നോ, അല്ലെങ്കിൽ അറബിയ എന്നോ, മലയാളമിയ എന്നോ, അല്ലെങ്കിൽ മറ്റ് ഉറുദുവിയ എന്നോ, പിന്നെ മൗലു തന്നെ. അപ്പോൾ വിഷയം നല്ലൊരു വിഷയം, ഞാൻ പറഞ്ഞതുപോലെ അല്ലാത്തൊരു വിഷയം അവിടെ ഹാമിദ് എന്നുള്ളടത്ത് ഇസ്ലാം ദീനുസ്സലാം എന്ന് പറഞ്ഞാൽ, അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വിഷയം, പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത്, പിന്നെ ഈ വിഷയം നല്ല പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ കാലത്ത്. അപ്പോൾ ആ വിഷയം പ്രാധാന്യം അർഹിക്കാനുള്ള കാരണവുമാണ് അടുത്ത ഹാമിദ് എന്നുള്ളടത്ത് എഴുതേണ്ടത്. അപ്പോൾ വിഷയത്തിന് പ്രാധാന്യം അർഹിക്കാനുള്ള കാരണം ഇപ്പോൾ അഹമ്മദ്, മൂന്നാമത്തെ അഹമ്മദ് ഉണ്ടല്ലോ, മഹോ മൗദൂൽ ഹുത്തുബ എന്ന് ചോദിച്ചു. അപ്പോൾ ഹാമിദ് മറുപടി പറയുകയാണ്, എന്ത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് ഹാമിദ് വിഷയം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഹാമിദിൻ്റെ മറുപടി എന്തായിരിക്കും? ഈ സമയത്ത്
എന്താണ് ഇന്നഹു മുഹിമ്മൻ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഫി വക്തിനൽ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മൗലിദ് ആചരിക്കുന്ന ഈ സമയത്ത് ഈ വിഷയത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഹാമിദ് ചോദിച്ചു അത് എങ്ങനെയാണ് കൈഫ അതെങ്ങനെ പ്രാധാന്യം അറിയിക്കുന്നത്? അപ്പോൾ ഹാമിദ് എന്തായിരിക്കും ഉത്തരം പറയുക? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ പറയാം. വളരെ സിമ്പിളായിട്ട് ഒരു സംഭാഷണം എഴുതുക. അപ്പോൾ അവസാനം ഏതാൽ വഫഖക അല്ലാഹു ബിൻ നജാഹ് അള്ളാഹു നിങ്ങൾക്ക് വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ശുക്രൻ എന്ന് പറയുന്നു അവസാനം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കട്ടോ. പിന്നെ അടുത്ത ആറാമത്തത് അൻഷി ഹിവാറം ബൈന തോലിബൈൻ അല ഹസബിൻ നമത്തി താലി. ഇവിടെ ഒരു ചെറിയൊരു മോഡലുണ്ട് ഒരു സംഭാഷണത്തിൻ്റെ. ഇതുപോലെ എന്ത് ചെയ്യണം, രണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന ഒരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇത് തന്നെ പൂർത്തിയാക്കി കൊടുത്താൽ മതി. നിങ്ങൾ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അപ്പോൾ മുഹമ്മദ് അസ്സലാമു അലൈക്കും, മഹ്മൂദ് വലൈക്കും അസ്സലാം. അപ്പോൾ മുഹമ്മദ് ചോദിക്കുകയാണ്, എന്തായിരിക്കും ചോദിക്കുക? കുന്ത ഗായിബൻ എന്നുണ്ട്, നീ മറഞ്ഞത് എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളാക്കൽ എങ്ങനെ? ലിമ കുന്ത ഗായിബൻ ഫി സൊഫി. അതൊക്കെ ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് നീ ഇന്നലെ ഗായിബൻ ഫി സൊഫി അംസി, ഇന്നലെ എന്തുകൊണ്ടാണ് നീ ക്ലാസ്സിലില്ലാതിരുന്നത് എന്നൊരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ മുഹമ്മദ് ചോദിച്ചതിന് മറുപടി ആയിട്ട് എന്ത് പറയാ? കുന്തു ഞാനായിരുന്നു, വാലിദി എൻ്റെ ഉപ്പ, ഫി എന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? കുന്തു മാ വാലിദി എൻ്റെ ഉപ്പയുടെ കൂടെയായിരുന്നു. അൽ അസീസ് അല്ലെങ്കിൽ അൽ ഹലീം അല്ലെങ്കിൽ എന്താ പറയുക അൽ ഹബീബ്, ഏറ്റവും നല്ല അൽ വദൂദ് നല്ല സ്നേഹനിധിയായ എൻ്റെ ഉപ്പയുടെ കൂടെയായിരുന്നു. എവിടെ? ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്നർത്ഥം പറയണം. അല്ലെങ്കിൽ ഫിൽ മസ്ജിദോ എന്തായാലും കാരണം പറയാം. ഓക്കെ, സാഹചര്യം പോലെ ബാക്കിയുള്ളതൊക്കെ ഒത്തു വരണം കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ പറയുന്നു, കുന്തു ഞാനായിരുന്നു, മാ വാലിദി അൽ അസീസ് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഉപ്പയുടെ കൂടെയായിരുന്നു ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് പറഞ്ഞാൽ അടുത്ത ചോദ്യം മുഹമ്മദ് ചോദിക്കും, മാതാ ഹദസ ലിയാബീക്ക, നിൻ്റെ ഉപ്പയ്ക്ക് എന്താണ് സംഭവിച്ചത് അല്ലേ? മാതാ ഹദസ് ലിയാബീക്ക, ഹദസാണ് സംഭവിച്ചത്. അപ്പോൾ എന്തു പറ്റി എന്നർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഉപ്പയ്ക്ക് എന്തു പറ്റി? അപ്പോൾ മഹ്മൂദ് പറയണെന്ത്? മഹ്മൂദ് പറയണെന്ത്? ഉപ്പയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങോട്ടുണ്ടായി എന്ന് എന്തെങ്കിലും കാരണം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ എന്ത്, സ്വാദഫ സയ്യാറത്തു അബി ബിഷാഹിന എന്നോ, എൻ്റെ ഉപ്പയുടെ കാറ് ലോറിയുമായി അടിച്ചു, അങ്ങനെ പരിക്ക് പറ്റിയെന്നോ, അങ്ങനെ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ന് ചോദിക്കും. ഒരു മറുപടി പറയും. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു നല്ലൊരു മറുപടി, ഒരു ചെറിയൊരു സിമ്പിളായിട്ട് പറയാം. എന്ത് സ്വാദഫാറിന കൂട്ടിമുട്ടിയ എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, ഇന്നലെ എന്ത് ചെയ്തു, വൈദ്യ വീണു, തസല്ലക്ക, നമ്മൾ എന്താണ് അൽ ഹിമാറുൽ കസൂർ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തസല്ലക്ക അലൽ ജിസറിലെ പാലത്തിൻ്റെ മുകളിൽ നിന്നും വൈദ്യ വീണു, അങ്ങനെ എന്തെങ്കിലും. തസല്ലക്ക ബി ഫിൽ ഹമാമ, എവിടെ? കുളിപ്പുരയിൽ വീണു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കാരണം എഴുതുക. ഫക്ക, അപ്പോൾ അടുത്ത മുഹമ്മദ് എന്ത് ചോദിക്കും? ഫക്കൈഫൽ ഹാൽ, അല്ലെങ്കിൽ ഹാൽ അബീക്കൽ ആൻ, ഇപ്പോൾ എന്താണ് നിൻ്റെ ഉപ്പയുടെ അവസ്ഥ? അപ്പോൾ ഫക്കൈഫ എങ്ങനെയുണ്ട്, അൽ ഹാൽ എന്നോ, അല്ലെങ്കിൽ ഫക്കൈഫ ഹാലു അബീക്കൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് ചോദിക്കുക. അപ്പോൾ മഹ്മൂദ് എന്ന് പറയും, ഓക്കെ തൊയ്യിബ്, ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, ഹസനാണെന്നോ എന്തായാലും ഒരു മറുപടി കൊടുക്കുക, അൽഹംദുലില്ലാ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ മുഹമ്മദ് അടുത്ത ചോദ്യം, അയിന അഹൂക്ക യൂസുഫ്, നിൻ്റെ യൂസുഫ് എന്ന സഹോദരൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുക. അപ്പോൾ എവിടെയാണ്? അപ്പോൾ മഹ്മൂദിൻ്റെ മറുപടി എന്തായിരിക്കും? ഹുവാന്നുണ്ട്, ഫീന്നുണ്ട്. അപ്പോൾ എന്താ പറയുക? ഹുവ യുദ്റുസു, അല്ലെങ്കിൽ ഹുവ യുദ്റുസു ഫിൽ കുല്ലിയത്തിൽ ഇസ്ലാമിയ അശരിയ എന്നോ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഹുവ യുദ്റുസു ഫി സോഫി റാബി എന്നോ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക അവിടെ. അപ്പോൾ അടുത്ത മുഹമ്മദ് ചോദിക്കും, എന്താ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അല്ല അത്തമ്മ താലീം, പഠനം പൂർത്തീകരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹ്മൂദിൻ്റെ മറുപടി എന്തായിരിക്കും? അപ്പോൾ നാം, അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തമ്മ, അവന് പൂർത്തീകരിച്ചിട്ടുണ്ട്. തഹറജ ബി ഷഹാദത്തിൻ മുംതാസ്, തഹറജ പറഞ്ഞാൽ എന്താ? ബിരുദം നേടുക. ബി ഷഹാദത്തിൻ മുംതാസ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഗ്രേഡിൽ അദ്ദേഹം, എൻ്റെ സഹോദരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബിരുദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും മുഹമ്മദ്? ഹാലു ഉഖ്തിക്ക എന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കൈഫ. അപ്പോൾ കൈഫ ഹാലു ഉഖ്തിക്ക, എൻ്റെ സഹോദരൻ്റെ അവസ്ഥ എന്താ? എനിക്കൊരു പെങ്ങളുണ്ടല്ലോ, പെങ്ങളെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക.
അപ്പോൾ മഹ്മൂദിൻ്റെ മറുപടി എന്താ അറിയും? ഉഖ്തി ബിഖൈരിൻ അൽഹംദുലില്ലാ, ഖൈർ തന്നെയാണ്, റാഹത്താണ്. അഹസനുൻ ബിൽ ഖൈരിൻ അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? ലഹ എന്നുണ്ട്. അപ്പോൾ കം സനത്തൽ ലഹ, അവർക്ക് എത്ര വയസ്സുണ്ട് എന്നോ എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ കം സനത്തൽ ലഹ, അവൾക്ക് എത്ര വയസ്സുണ്ട്. അപ്പോൾ പറയാം എന്ത്? മഹ്മൂദിൻ്റെ മറുപടി എന്തായിരിക്കും? വഹിയ ബിൻതു സബഅത്തിൻ, 7 വയസ്സുള്ള കുട്ടിയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഗദൻ എന്നുണ്ട്, ഹല്ലും ഉണ്ട്. അപ്പോൾ മുഹമ്മദിൻ്റെ ചോദ്യം എന്തായിരിക്കും? നാളെ നമ്മൾ കാണൂലേ എന്ന അർത്ഥത്തിനില്ല ഈ കാര്യം. അപ്പോൾ അവിടെ ചോദിക്കുന്നത് ഹൽ അൻളുറു ഗദൻ, അൽ അൻളുറു ഗദൻ, നാളെ നമ്മൾ കാണൂലേ എന്നർത്ഥം. ഹൽ നൻളുറു ഗദൻ, നമ്മൾ നാളെ കാണൂലേ, അല്ലെങ്കിൽ നാളെ നീ വരൂലേന്നോ എന്തായാലും ചോദിക്കാം അവിടെ. അപ്പോൾ മറുപടി എന്തായിരിക്കും? ലാ അറ, അല്ലെങ്കിൽ എന്താ പറയുക? ഹൽ നൻളുറു ഗദൻ, നമ്മൾ നാളെ കാണൂല, അല്ലെങ്കിൽ ഹൽ നറ ഗദൻ, നാളെ നമ്മൾ കാണൂലേ എന്നർത്ഥത്തിനൊക്കെ പറ്റും. അപ്പോൾ മറുപടി എന്തായിരിക്കും? ലാ അറ, ഞാൻ കാണുകയില്ല അല്ലേ, ഇല്ലാ ബാദൽ ഉസ്ബ്, അല്ലെങ്കിൽ ഇല്ലാ ബാദൽ ഷഹർ, ഒരു മാസശേഷമല്ലാതെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഹമ്മദ് പറയുന്നത് അടുത്തത്, മുഹമ്മദ് എന്തായിരിക്കും പറയുക? ശുക്രൻ എന്ന് പറയും. ശുക്രൻ, ഓക്കെ, താങ്ക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഹമ്മദിൻ്റെ മറുപടി എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശുക്രൻ യാ സദീഖ് എന്ന് പറഞ്ഞാൽ അഫ്വൻ, എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നല്ലേ. അപ്പോൾ അഫ്വൻ എന്ന് അവസാനം പറയും. ഇനി അടുത്തത്, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കട്ടെ. ഏത് 5ഉം 6ഉം ഒന്ന് എഴുതി നോക്കുക, ഒന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ 7ാമത്തത്, ഇതെന്തായാലും നിർബന്ധം ചെയ്യണം. അൻഷി ഹിവാരം ബിദൂനി മുസാഅത്തിൻ മിൻ അഹദിൻ, ഒരാളുടെയും സഹായമില്ലാതെ സ്വയം ഒരു സംഭാഷണം എഴുതുക. ഒരു 2 ആളെ സങ്കല്പിക്കുക, എന്നിട്ട് എവിടെയെങ്കിലും പോയതായിട്ടുള്ളൊരു സംഭാഷണം, ക്ലാസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ ഉമ്മയോടോ ഉപ്പയോടോ സംസാരിക്കുന്നതായിട്ടൊക്കെ ഒരു സംഭാഷണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഉപയോഗിക്കേണ്ട പ്രയോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാ, മന്ന്, മത്ത, ഐന, ലിമ, കമ്മ്, കൈഫ. അതുപോലെ തന്നെ ഒരു മോഡൽ ഇവിടെ ഉണ്ടല്ലോ, എന്താ? അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കൈഫ ഹാലക്ക്, തൊയ്യിബ്, അൽഹംദുലില്ലാ. ഇതിപ്പോൾ ഒരു 2 കുട്ടികൾ തമ്മിൽ ക്ലാസ്സിൽ നടക്കുന്ന സംഭാഷണമാണ്. പിന്നെ അവസാനം ശുക്രൻ യാ സദീഖ് അഫ്വൻ, അതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു സംഭാഷണം എഴുതുക. അപ്പോൾ 5, 6, 7 വർക്കുകൾ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.